ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവ അന്തർവാഹിനികൾ ഉള്ള രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമത് ചൈനയും മൂന്നാമത് നമ്മുടെ റഷ്യയുമാണ്. നാലാമതും അഞ്ചാമതും യഥാക്രമം നമ്മുടെ ഫ്രാൻസും ബ്രിട്ടനുമാണ്. ആറാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യയുടെ കൈവശം നിലവിൽ 3 ആണവ അന്തർവാഹിനികളാണ് ഉള്ളത്. അതിൽ മൂന്നാമത്തേത് INS അരിധമൻ ഇന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനയിൽ കമ്മീഷൻ ചെയ്യുകയാണ്. സോ ഈ അരിധമൻ എന്ന് പറയുന്നത് ഒരു സാധാരണ അന്തർവാഹിനിയല്ല, അല്ലെങ്കിൽ ഒരു സാധാരണ ആണവ അന്തർവാഹിനിയല്ല. ഇന്ത്യയുടെ കൈവശമുള്ളതിൽ ഏറ്റവും മികച്ചതും ലോകത്തെ തന്നെ വളരെ മികച്ച ആണവ അന്തർവാഹിനികളിൽ ഒന്നുമാണ്. ലോകത്ത് 6 രാജ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് ആണവ അന്തർവാഹിനി. അതിൽ തന്നെ നമ്മളിപ്പോൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത അരിധമൻ, ഇന്നിപ്പോ നമ്മൾ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന INS അരിധമൻ എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. INS അരിഹന്ത്, INS അരിഘട്ട് എന്നിവയാണ് നേരത്തെ നമ്മൾ കമ്മീഷൻ ചെയ്ത നമ്മുടെ ആണവ അന്തർവാഹിനികൾ. ഈ 2 ആണവ അന്തർവാഹിനിയേക്കാൾ ഇരട്ടി പ്രഹരശേഷി ഉള്ളതാണ് INS അരിധമൻ എന്ന് പറയുന്നത്. ഈ അന്തർവാഹിനിയിൽ 8 വെർട്ടിക്കൽ ലോഞ്ച് ട്യൂബുകൾ ഉണ്ട്. ഇന്ത്യയുടെ മറ്റ് 2 അന്തർവാഹിനികളിലും 4 എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ പുതിയ അന്തർവാഹിനിയിൽ 8 എണ്ണം ഉണ്ട്, അതായത് അതിന്റെ ഇരട്ടിയുണ്ട്. ഇതിലൂടെ നമുക്ക് K4 മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. 4000 കിലോമീറ്റർ വരെ റേഞ്ചുള്ള 8 K4 മിസൈലുകളോ 24 K15 മിസൈലുകളോ നമുക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള അന്തർവാഹിനിയാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ അരിധമൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഈ ഒരു സബ്മറൈൻ കൂടി വന്നതോടെ ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് ക്യാപ്പബിലിറ്റി കൂടുതൽ പവർഫുൾ ആയിട്ട് മാറുന്നു. ഇപ്പോൾ നമുക്ക് കര, നാവിക, വ്യോമ സംവിധാനങ്ങളിലൂടെ ആണവാക്രമണ ശേഷി പൂർണ്ണമായിട്ട് കൈവന്നിരിക്കുകയാണ്. ശത്രു രാജ്യങ്ങൾ അപ്രതീക്ഷിതമായ ആക്രമണം നടത്തിയാൽ പോലും കടലിന്റെ അടിയിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഈ അന്തർവാഹിനികൾ ഉപയോഗിച്ച് നമുക്ക് ആക്രമണം നടത്താനായിട്ട് സാധിക്കും. ഇതിലൂടെ നമുക്ക് സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റിയാണ് കൈവന്നിരിക്കുന്നത്. ഏകദേശം 7000 ടൺ ഭാരമുള്ള അരിധമൻ മുൻഗാമികളെക്കാൾ വലിപ്പമുള്ളതാണ്. കൂടാതെ വെള്ളത്തിനടിയിൽ കൂടുതൽ നിശബ്ദമായി സഞ്ചരിക്കാനുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ശത്രുക്കളുടെ റഡാറുകളിൽ നിന്നും സോണാറുകളിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെട്ട് ദീർഘകാലം സമുദ്രത്തിന്റെ അടിയിൽ ഒളിച്ചിരിക്കാനായിട്ട് ഈ കപ്പലിന് സാധിക്കും. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ ഒരു നിമിഷമാണ്. മാത്രമല്ല, അടുത്ത ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉള്ള സബ്മറൈൻസിന്റെ നിർമ്മാണവും രാജ്യം ഇപ്പോൾ നടത്തി വരികയാണ്. ആദ്യ നാളുകളിൽ നമുക്ക് റഷ്യയുടെ സഹായം ഈ ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ലഭിച്ചിട്ടുണ്ട്. സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഫ്രാൻസിന്റെ സഹായം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പൂർണ്ണമായും തദ്ദേശീയമായിട്ട് ആണവ അന്തർവാഹിനികൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇനിയുള്ള കാലത്ത് കൂടുതൽ ആണവ അന്തർവാഹിനികൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അത് ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കി മാറ്റുമെന്നതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷൻ, നമുക്ക് നമ്മുടെ ആ ഒരു അപ്രമാദിത്വം നിലനിർത്താൻ ഇത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയുടെ SSN പ്രോജക്റ്റ്, അതായത് 6 ആണവ അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കാനുള്ള പ്രോജക്റ്റിന് ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ അനുമതിയും നൽകി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മുൻകാലങ്ങളിൽ നമ്മൾ റഷ്യയെ മാത്രമായിരുന്നു പല ക്രിട്ടിക്കൽ ടെക്നോളജിയിലും ആശ്രയിച്ചിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് ഫ്രാൻസുമായിട്ട് നല്ല റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെ തദ്ദേശീയമായിട്ട് നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ കഴിവുകൾ കൂടി ചേരുമ്പോൾ വളരെ മികച്ച അന്തർവാഹിനികൾ, പ്രത്യേകിച്ച് ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ കഴിയുന്ന നിലയിലേക്ക് രാജ്യം വളരുകയാണ്. മാത്രമല്ല, ജർമ്മനിയുമായി സഹകരിച്ചുകൊണ്ട് അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ അടക്കം ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ട്. ശരിക്കും ഇപ്പോൾ നമ്മൾ കമ്മീഷൻ ചെയ്തിരിക്കുന്ന ഈ സബ്മറൈൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് വളരെ ശക്തി നൽകുന്ന ഒന്നാണ്. ഇതൊരു പക്ഷേ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഏറെ ഭയപ്പെടുത്തുന്നതുമാണ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ അത്യാധുനികമായിട്ടുള്ള സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയൊരു സവിശേഷത. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.